ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു നെയ്സ് പത്തിരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പത്തിരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പത്തിരിയുടെ പൊടി കൈകൊണ്ട് കുഴയ്ക്കുകയോ നനയ്ക്കുകയോ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ കുഴയ്ക്കുകയും നനയ്ക്കുകയൊന്നും വേണ്ടാന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ പത്തിരി ഉണ്ടാക്കാൻ. ഏറ്റവും വലിയ പാട് പത്തിരിയുടെ മാവ് കുഴച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് പത്തിരി ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ അരിപ്പൊടി അളന്നെടുത്ത അതേ കപ്പിൽ 1.5 കപ്പ് വെള്ളമാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇത് ഈ ഒരു കപ്പിന് 1.5 കപ്പ് എന്നുള്ള അളവിലെടുക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിന് ക്വാണ്ടിറ്റി ഈ ഒരു അളവിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ. ഇനി നമ്മളിതിൻ്റെ കട്ടയെല്ലാം പോകുന്നവരെ നല്ല രീതിയിൽ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുക. കട്ട പോയതിന് ശേഷം മാത്രമേ നമ്മളിത് ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ കട്ടയെല്ലാം മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഈ ഒരു സ്റ്റേജിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഈ പാത്രത്തിലൊന്നും ഈ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടി സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കേണ്ടത്. ഇത് അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തിക്കായി കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇത് ഇവിടെ ഇട്ടതിന് ശേഷം മറ്റെന്തെങ്കിലും ജോലി ചെയ്യാമെന്ന് വിചാരിച്ച് പോകരുത് കേട്ടോ. അത് കരിഞ്ഞു പോകും. പെട്ടെന്ന് തിക്കായി കിട്ടുന്നത് കൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. നമ്മളൊരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ പത്തിരിയുടെ മാവിൻ്റെ ഒരു പരുവം നമുക്കറിയാമല്ലോ. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവം നമുക്ക് നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ല തിക്കായി വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോഴും ഈ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് ഇല്ലേ, ഇങ്ങനെ ഈ ഒരു സ്പാച്ചില വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്, ഇത് തന്നെയാണ് നമ്മൾ സാധാരണ പത്തിരിക്ക് മാവ് കുഴക്കില്ലേ, ആ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ റെഡിയായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ പ്രത്യേകിച്ച് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് മാറുന്നതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ചെറിയ രീതിയിൽ ചൂട് മാറിയതിന് ശേഷം നമുക്ക് ഓരോ ഉരുളകളായിട്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. നമ്മുടെ പത്തിരിയുടെ വലിപ്പം അനുസരിച്ചിട്ട് നമുക്ക് ഉരുള എടുക്കാം. അതിനുശേഷം കൈ കൊണ്ടൊന്ന് ഉരുളയാക്കി എടുക്കുക കേട്ടോ. ഇനി ഇത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സമയ ലാഭമാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ പത്തിരിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് പൊടിയിട്ട് കുഴച്ച് അത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് പിന്നെ ചൂടോടുകൂടി, എനിക്ക് തോന്നുന്നു പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ചൂടോടുകൂടി കുഴയ്ക്കാനായിരിക്കുമല്ലേ എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒഴിവായി കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാത്രം, നമ്മൾ പത്തിരിക്ക് വേണ്ടി മാവ് കുഴിച്ചെടുക്കുന്ന പാത്രം, നമ്മൾ പത്തിരി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വലിയൊരു ടാസ്ക്കാണ് ആ ഒരു പാത്രം കഴുകിയെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ അതും നമുക്ക് ലാഭമാണ്. ആ ഒരു സമയം ലാഭിക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ ഉരുളകളായിട്ട് നമ്മുടെ ചപ്പാത്തി പ്രസ് അല്ലെങ്കിൽ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുക. നല്ല നേർമയായിട്ട് കിട്ടും. നമ്മൾ ഒരുപാട് ബലം കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത്ര സോഫ്റ്റായിട്ട് ഇരിക്കുന്നതാണിത്. ഇനി നമുക്ക് ഓരോന്നും പത്തിരി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ പത്തിരി ഇട്ട് ഒരു 2 സെക്കൻഡ് ആകുമ്പം തന്നെ ഇതേപോലെ വിട്ട് വരും കേട്ടോ. സാധാരണ പത്തിരി നമുക്കിങ്ങനെ വിട്ട് തന്നെ വരാറുള്ളത്. അതിനുശേഷമായിരിക്കും നമ്മളത് തിരിച്ചിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു ചട്ടുകം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൊള്ളി വരും. അപ്പം നല്ല സോഫ്റ്റ് പത്തിരിയുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മുടെ കൂട്ടുകാരാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ശേഷം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.